നമസ്കാരം. ഏവർക്കും അസുരവിത്ത് എന്ന നോവലിൻ്റെ 23-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. യാത്രാസംഘത്തിൻ്റെ ആഹ്ലാദങ്ങൾക്കിടയിൽ നിന്നും അപ്രതീക്ഷിതമായി ഒരാൾ മരണത്തിൻ്റെ കയത്തിലേക്ക് വീണു പോകുമ്പോൾ ആ സംഘത്തിൻ്റെ താളം തെറ്റുന്നു. നിയമത്തിൻ്റെ നൂലാമാലകളിൽ അവർ കുടുങ്ങുമോ? ഇല്ലെങ്കിൽ പോലും നഷ്ടപ്പെട്ടവനെ ഓർത്തുള്ള തീരാ ദുഃഖവുമായിട്ടായിരിക്കില്ലേ അവർ മടങ്ങുന്നത്? ഉദ്വേഗജനകവും നൊമ്പരമുണർത്തുന്നതുമായ ഈ ഭാഗം നമുക്ക് കേട്ടു തുടങ്ങാം. സജി ഓടി പാറപ്പുറത്തെത്തിയപ്പോഴേക്കും വെള്ളച്ചാട്ടത്തിന് ഒപ്പം കല്ലുകളിൽ തട്ടി താഴേക്ക് പോകുന്ന അശോകിൻ്റെ ഷർട്ടിൻ്റെ നിറം മാത്രം കാണാൻ കഴിഞ്ഞു. അലറിക്കരയാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. അവൻ്റെ കരച്ചിൽ കേട്ട് പ്രതികരിക്കാൻ വനത്തിലെ മരങ്ങളല്ലാതെ ആരും സ്വബോധത്തോടെ ഉണ്ടായിരുന്നില്ല. അവൻ കരയുന്നത് കണ്ടപ്പോഴും എലിസബത്തും ലൂസിയും ഉറക്കെ ചിരിച്ചു. സ്വബോധം പോയിരിക്കുന്നതാണല്ലോ അവരുടെ അവസ്ഥ. എവ്ലിന് ഒന്നും പിടികിട്ടിയില്ല. അവനും എന്തെങ്കിലും മരുന്നടിച്ചിട്ട് അലറുന്നതാണോ എന്നാണ് അവളും വിചാരിച്ചത്. കൂടെയുള്ള ബാക്കി എല്ലാവരും അതേ അവസ്ഥയിലാണല്ലോ. പിന്നെങ്ങനെ അവൻ മാത്രമായിട്ട് ഒഴിവാകും എന്നാണ് അവൾ കണക്ക് കൂട്ടിയത്. അശോക് അങ്ങോട്ട് ഓടുന്നതോ പിന്നീടുള്ള സംഭവങ്ങളോ ഒന്നും അവൾ കണ്ടില്ല. വനത്തിലേക്ക് കയറിപ്പോന്നവരുടെ വിവരങ്ങൾ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ രേഖപ്പെടുത്തിയിരുന്നതുകൊണ്ട് അവിടെ വനപാലക സംഘം തയ്യാറായി ഉണ്ടായിരുന്നു. ആവശ്യം വന്നാൽ ഏത് സമയത്തും അവർ സഹായിക്കും. കയറിപ്പോന്നവരെ കുറേ കഴിഞ്ഞിട്ടും കാണാതെ തിരക്കി വന്ന സംഘം സജിയുടെ കരച്ചിൽ കേട്ടു. അവർ പെട്ടെന്ന് തന്നെ സജിയുടെ അടുത്തെത്തി കാര്യങ്ങൾ തിരക്കി. വിവരങ്ങൾ അറിഞ്ഞപ്പോഴേ അവർ കർമ്മനിരതരായി. വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ചെന്നെത്താനുള്ള ഊടുവഴിയെ അവർ അതിവേഗം പോയി. പക്ഷേ ഒഴുകുന്ന വെള്ളത്തിൻ്റെ വേഗതയിൽ അവർക്ക് പോകാൻ കഴിയില്ലല്ലോ. ആകെ വന്ന 4 പേരിൽ 2 പേർ താഴേക്ക് പോയി. ബാക്കി 2 പേർ എലിസബത്തിനെയും അരുണിനെയും കൂട്ടുകാരെയും നിരീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അതിനും എന്തോ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അരുണിനും എലിസബത്തിനും ലൂസിക്കും സുബോധത്തിലേക്ക് വരാൻ 2 മണിക്കൂറോളം സമയമെടുത്തു. അതിനു മുമ്പ് തന്നെ എവ്ലിൻ വിവരമറിഞ്ഞിരുന്നു. അവൾ ഒരുമാതിരി മരവിച്ച അവസ്ഥയിലാണ്. അധികം താമസിയാതെ അവൾ തല ചുറ്റി താഴെ വീഴുകയും ചെയ്തു. അപ്പോഴേക്കും സന്ധ്യയാകാനായിരുന്നു. അതിനു മുമ്പ് തന്നെ അശോകിൻ്റെ ജഡം താഴത്തെ വെള്ളക്കുഴിയിൽ നിന്നും കണ്ടുകിട്ടിയതായി തിരഞ്ഞുപോയ ഉദ്യോഗസ്ഥന്മാർ അവരെ അറിയിച്ചു. അശോകിൻ്റെ അപകട വിവരം അറിഞ്ഞപ്പോൾ അബോധാവസ്ഥയിലായതാണല്ലോ എവ്ലിൻ. പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകിയതിനു ശേഷം സ്വബോധത്തിലേക്ക് വന്ന എവ്ലിൻ നെഞ്ചുപൊട്ടി കരഞ്ഞു. എങ്ങനെ അവൾ കരയാതിരിക്കും? അവളുടെ പ്രിയപ്പെട്ടവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരുമിച്ച് ജീവിതം സ്വപ്നം കണ്ടതാണ് അവർ. അതിനായി എല്ലാം കാത്തു സൂക്ഷിച്ചതുമാണ്. ഒന്നും പരസ്പരം സമർപ്പിക്കാതെ എല്ലാം അന്നൊരു ദിവസത്തേക്ക് വേണ്ടി കരുതി വെച്ചതാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അശോക്. അവനാണ് തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നും ആ വിവരം പോലും അറിയാതെ താൻ ആർത്ത് ചിരിക്കുന്ന കൂട്ടുകാരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുമാണ് സജി പറയുന്നത്. ശരിയായിരിക്കും. അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണാതിരിക്കാൻ പുറംതിരിഞ്ഞിരിക്കുകയായിരുന്നു എവ്ലിൻ. അവൻ ഈ അവസരത്തിൽ നുണ പറയില്ല. എങ്കിൽ പോലും ആ വിവരം പോലും താൻ അറിഞ്ഞില്ല എന്നത് അത്യന്തം ദുഃഖകരമാണ്. ആരോട് പറയും? ആരുടെ നെഞ്ചിൽ തലചായ്ക്കും? തന്നെപ്പോലെ തന്നെ ദുഃഖിതയാണ് എലിസബത്തും. അവൾക്ക് അശോകുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല. എങ്കിൽ പോലും അവൾ അവനെ ഒരു സഹോദരന് തുല്യമായി സ്നേഹിച്ചിരുന്നു. ഒരു സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരിയുടേതായ കരച്ചിലും ബഹളം വയ്ക്കലുമായിരുന്നു എലിസബത്തിന്. മാത്രവുമല്ല, മയക്കുമരുന്നിൻ്റെ മയക്കത്തിൽ നിന്നും മാറിക്കഴിഞ്ഞവർക്ക് ഉടനെയെങ്ങും മനസ്സിൻ്റെ നിയന്ത്രണം ലഭിക്കില്ല. അതുകൊണ്ട് ആ സമയങ്ങളിൽ അവർക്ക് ദുഃഖകരമായ കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നാൽ അവർ അത്യധികമായി ദുഃഖിക്കും. സന്തോഷകരമായ കാര്യങ്ങൾ കേട്ടാൽ അത്യധികം സന്തോഷിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ കേട്ടത്
ദുഃഖകരമായ കാര്യമാണല്ലോ. അതുകൊണ്ട് അവർ തീവ്രമായ ദുഃഖത്തിലാണ്. ഏതായാലും അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ ഫോറസ്റ്റുകാർ സമ്മതിക്കില്ല. അശോകിൻ്റെ ജഡം താഴത്തെ കുഴിയിൽ നിന്നും സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ മാത്രമേ കഴിയുകയുള്ളൂ. മുകളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് അവരോട് എത്രയും വേഗം അശോകിൻ്റെ ജഡം എത്തിക്കുന്ന സ്പോട്ടിലേക്ക് എത്താൻ നിർദ്ദേശിച്ചതിന് ശേഷം ഫോറസ്റ്റുകാർ മുമ്പേ നടന്നു. അവരുടെ പിന്നാലെ തന്നെ സജിയും അരുണും എലിസബത്തും എവ്ലിനും ലൂസിയും നടന്നു. അവർ ഫോറസ്റ്റുകാരുടെ സംരക്ഷണയിലാണിപ്പോൾ നടന്നു പോകുന്നത്. അവരുടെ മേലും എന്തെങ്കിലും കുറ്റം ചുമത്തുമോ? മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ ഉള്ളതുപോലുള്ള കഠിനമായ ഒരു വ്യഥയാണ് ആ മൃതദേഹം കാണുന്ന നിമിഷവും. അവർക്കത് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. അതുണ്ടാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. അരമണിക്കൂറിനുള്ളിൽ അവർ അശോകിൻ്റെ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്ന സ്ഥലത്ത് എത്തി. അപ്പോഴേക്കും അത് വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുകയായിരുന്നു. ഇതുവഴി തന്നെ നടന്ന് വനത്തിലേക്ക് പോയവനല്ലേ അവൻ? ഇത്രയേ ഉള്ളൂ ഏത് മനുഷ്യൻ്റെയും കാര്യം. ഇനി കുറേയേറെ കടമ്പകൾ കടക്കാനുണ്ട്. അന്യസംസ്ഥാനം കൂടി ആയതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണെങ്കിലും എന്തെങ്കിലും സ്വാധീനമെങ്കിലും പ്രയോഗിക്കാം. എല്ലാ കടമ്പകളും കടന്നെങ്കിൽ മാത്രമേ ആ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകിട്ടുകയുള്ളൂ. അതിനു മുമ്പ് അശോകിൻ്റെ ബന്ധുക്കളെ വിവരമറിയിക്കണം. അവർ വരണം. അധികാരമുള്ള ആർക്കെങ്കിലും മാത്രമേ മൃതദേഹം വിട്ടുകൊടുക്കുകയുള്ളൂ. കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവർക്ക് വിട്ടുകിട്ടില്ല. ഫോറസ്റ്റിൽ നിന്നും എത്രയും വേഗം പോലീസിൽ വിവരമറിയിച്ചു. അതോടൊപ്പം അവരെ 5 പേരെയും കസ്റ്റഡിയിൽ എന്നതുപോലെ ഫോറസ്റ്റുകാർ തടഞ്ഞു വയ്ക്കുകയും ചെയ്തു. അവരിൽ നിന്നും ഒരാൾ പോലും രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല എന്നാണ് ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇവർക്ക് കിട്ടിയ ആദ്യ ഉത്തരവ്. വനത്തിനുള്ളിൽ വെച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ആ ഒരു കുറ്റം മാത്രം മതി ഇവരെ ശിക്ഷിക്കാൻ. അതുകൊണ്ട് ഇവരെല്ലാവരും കുറ്റം ചെയ്തവരാണ്. അത് തെളിയിക്കപ്പെടുകയും ചെയ്തു. അവിടെ പറയുകയും ചെയ്തു. ഒരുവൻ മനഃപൂർവ്വം പോയി വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുകയും ചെയ്തല്ലോ. അപ്രതീക്ഷിതമായിട്ടാണെന്ന് തോന്നുന്നു. സജിയുടെ ഒരു കൂട്ടുകാരൻ, കർണാടകക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ എത്തിപ്പെട്ടു. അയാളുടെ പേര് സോമയ്യ എന്നാണ്. സോമയ്യയ്ക്ക് നന്നായിട്ട് മലയാളവും അറിയാം. അയാൾ താമസിക്കുന്നതിന് ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും മലയാളികളാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഉള്ള സുഹൃത്തുക്കൾ മലയാളികളായതുകൊണ്ട് അയാൾക്ക് കർണാടകത്തോടൊപ്പം മലയാളവും അറിയാം. അയാൾ സജിയെ കണ്ട് അതിശയത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നു. ആ നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ടാണ് ഫോറസ്റ്റുകാർ ഇവരോട് സംസാരിക്കാൻ പോലും അവനെ അനുവദിച്ചത്. എന്തു പറ്റി സജി? ഫോറസ്റ്റുകാർ നിങ്ങളെ തടഞ്ഞു വച്ചിരിക്കുന്നതിന് കാരണമെന്താണ്? നിങ്ങളെന്തെങ്കിലും മരമോ മറ്റോ മോഷ്ടിച്ചോ? അതോ വന്യമൃഗങ്ങളെയോ മറ്റോ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്തോ? എന്താ പറ്റിയത്? എല്ലാവരുടെയും മുഖം ആകെ വല്ലാതെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്നല്ലോ. സജി സുഹൃത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആരംഭം മുതൽ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ. ഇപ്പോൾ വീടുകളിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറയുന്നതിൻ്റെ ആവശ്യകതയും പറഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടെ വീടുകളിലെ നമ്പർ മാത്രം അറിയാമായിരുന്നു. ആ നമ്പറുകളിൽ സോമയ്യയുടെ സഹായത്താൽ വിവരങ്ങൾ മുഴുവൻ അപ്പോൾ വീടുകളിലേക്ക് വിളിച്ചു പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലാകുന്നതിന് മുൻപ് വീട്ടുകാരെ വിവരമറിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് അയാൾ വന്നതുകൊണ്ട് ഉണ്ടായ ഒരു ഗുണം. ആ സമയത്ത് തന്നെ വീട്ടിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞതുകൊണ്ട് വലിയ ഉപകാരമുണ്ടായി. എലിസബത്തിൻ്റെ അമ്മാവൻ ജോസഫ് കേരള ഫോറസ്റ്റ് DFO ആണ്. ജോസഫിൻ്റെ ഫോറസ്റ്റ് സർവീസ് ബാച്ചിലെ എല്ലാവരുമായും അയാൾ നല്ല ബന്ധം പുലർത്തിയിരുന്നു. പലർക്കും പല തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. നിയമം വിട്ട് അധികമൊന്നും കളിക്കാൻ നിൽക്കാത്ത ഒരാളാണ് ജോസഫ്. പൊതുവേ നല്ല പേരുമാണ് ഡിപ്പാർട്ട്മെൻറ്റിലും പുറത്തും അയാൾക്ക്. ഇത് പക്ഷേ സാധാരണയായി കാണാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ മകളാണ് എലിസബത്ത്.
അവളെ പോലീസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഫോറസ്റ്റുകാരുടെ കാഴ്ചപ്പാടിൽ കഠിനമായ കുറ്റമൊന്നും അവൾ ചെയ്തിട്ടില്ല. ഫോറസ്റ്റിൽ നിന്നും പരാതി കൊടുത്താൽ മാത്രമേ ആ കുറ്റത്തിന് പോലീസുകാർ ഇവരെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലാത്തപക്ഷം ഒരുമിച്ച് പോയി എന്ന കണക്കിന് ഇവളെയും ചോദ്യം ചെയ്യും. അത്രയേ ഉള്ളൂ. അവർക്ക് വിവരങ്ങൾ അറിഞ്ഞാൽ മതി. സംഭവത്തിൻ്റെ നിജസ്ഥിതി അനുസരിച്ച് കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടികൂടണം എന്ന് മാത്രമേ പോലീസിനും നിർബന്ധമുള്ളൂ. അയാളുടെ ബാച്ച് മേറ്റായ ഗുഡപ്പ ആണ് മൈസൂർ റേഞ്ചിൻ്റെ ഡിസ്ട്രിക്റ്റ് ഫോറസ്റ്റ് ഓഫീസർ. എത്രയും വേഗം ജോസഫ് അയാളുമായി ബന്ധപ്പെട്ടു. സംഗതി അല്പം വിഷമകരമാണ് എന്ന് ഗുഡപ്പ പറഞ്ഞെങ്കിലും ജോസഫിൻ്റെ സഹോദരിയുടെ മകളെ രക്ഷപ്പെടുത്താതിരിക്കാൻ അയാൾക്ക് കഴിയില്ലായിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എന്തെങ്കിലും വളഞ്ഞ വഴിയിലാണെങ്കിലും അവരെ പോലീസിൻ്റെ കയ്യിലേക്ക് കൊടുക്കേണ്ടതില്ല എന്ന് ഫോറസ്റ്റുകാർക്ക് മെസ്സേജ് കൊടുക്കാൻ ഗുഡപ്പയ്ക്ക് കഴിഞ്ഞു. DFOയുടെ ഉത്തരവ് ഫോറസ്റ്റുകാർ കൃത്യമായി പാലിച്ചു. കർണാടക പോലീസ് ഇൻക്വസ്റ്റിനും എൻക്വയറിക്കുമായി വന്നപ്പോൾ അവർ പറഞ്ഞത് കാട്ടിലേക്ക് ആദ്യം കയറിപ്പോകുന്നതായി ഒരാളെ മാത്രമേ കണ്ടുള്ളൂ എന്നാണ്. പിന്നീട് അതിന് പുറകെയാണ് 3-4 പേർ ഒരുമിച്ച് പോയത്. ആ കൂട്ടത്തിലുള്ളവരെയാണ് തങ്ങൾ സംശയിച്ചത്. അവർ യഥാർത്ഥത്തിൽ നിരപരാധികളാണ് എന്ന് മനസ്സിലായി എന്നും അവർ പോലീസിനെ അറിയിച്ചു. പോലീസിൻ്റെ തുടർ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായെങ്കിലും അവരെ എല്ലാവരെയും വിട്ടയക്കുകയാണ് ചെയ്തത്. ആ ചോദ്യം ചെയ്യൽ എല്ലാം പേരിന് മാത്രമുള്ളതായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തി കളയണം എന്ന് മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പിന്നാലെ പോകാൻ അല്പം പോലും താല്പര്യമില്ലാത്തതുപോലെയാണ് എല്ലാവരും പെരുമാറിയതും സംസാരിച്ചതും. ആ താല്പര്യമില്ലായ്മയ്ക്ക് പിന്നിൽ കളിച്ചവരിൽ ഒരു പ്രധാന വിഭാഗം സജിക്ക് മയക്കുമരുന്ന് നൽകിയ മരുന്ന് ലോബിയാണ്. ഏതെങ്കിലും കാരണവശാൽ കൂടുതൽ ചോദ്യം ചെയ്യുകയെങ്ങാനും ചെയ്താൽ മയക്കുമരുന്ന് എവിടെ നിന്ന് വാങ്ങി എന്ന് സജി പറയും. അങ്ങനെ വന്നാൽ അവനും പിന്നീട് അവനെ തുടർന്ന് അതിൻ്റെ മുകളിലുള്ളവർ മുതൽ കുടുങ്ങാൻ തുടങ്ങും. ആ സാഹചര്യത്തിൽ ഏറ്റവും അടിയിൽ പിടിക്കപ്പെട്ടവനെ രക്ഷപ്പെടുത്തുകയാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. അങ്ങനെ അതിനായി അവർ വേണ്ട കരുക്കൾ നീക്കി. അവർക്ക് ഏത് സംസ്ഥാനത്താണെങ്കിലും ചില്ലറ സ്വാധീനമൊന്നുമല്ലല്ലോ ഉള്ളത്. മുകളിൽ മുതൽ താഴെ വരെ എല്ലായിടത്തും അവരുടെ സ്വാധീനമുണ്ട്. അത് ഉപയോഗിച്ച് സജിയെ അവർ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. അശോകിൻ്റെ മാതാപിതാക്കൾ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരായിരുന്നെങ്കിലും രാഷ്ട്രീയമായോ ഉദ്യോഗസ്ഥപരമായോ കാര്യമായ സ്വാധീനമുണ്ടായിരുന്നവരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തങ്ങളുടെ മകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അതിയായ ദുഃഖമുണ്ടായെങ്കിലും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു പോകാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. പറഞ്ഞറിഞ്ഞ വിവരങ്ങൾ അതുപടി വിശ്വസിച്ച ശുദ്ധാത്മാക്കളായിരുന്നു ആ മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും. നഷ്ടപ്പെടാനുള്ളത് സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സംശയിച്ചിട്ട് എന്താണ് കാര്യം? അവർക്ക് ലഭിച്ച പ്രാഥമിക വിവരം അശോക് വെള്ളച്ചാട്ടം കാണാൻ ഒരു പാറപ്പുറത്ത് കയറിയപ്പോൾ കാല് തെന്നി വെള്ളച്ചാട്ടത്തിലേക്ക് വീണുപോയി എന്നാണ്. ആർക്കും അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എവിടെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന വിവരവും വീട്ടിൽ അറിയിച്ചു. അറിഞ്ഞ ഉടനെ അവർ എത്രയും വേഗം മൈസൂറിന് പുറപ്പെട്ടു. അവർ അവിടെ എത്തിയപ്പോഴേക്കും അശോകിൻ്റെ പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞിരുന്നു. നന്നായി സ്വാധീനിച്ചതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ അംശം പോലും ശരീരത്തുണ്ടായിരുന്നതായി റിപ്പോർട്ടിൽ വന്നില്ല. കാണേണ്ടവരെ കാണേണ്ടതുപോലെ കണ്ടാൽ പലതും റിപ്പോർട്ടിൽ കാണില്ല. അതുകൊണ്ട് തന്നെ അശോക് വെള്ളച്ചാട്ടത്തിലേക്ക് തെന്നി വീണതാണ് എന്ന വാർത്തയ്ക്കും വിശ്വാസ്യത കൈവന്നു. അങ്ങനെ തന്നെയാണ് എന്ന് എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്തു. വിഷമങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ട് ഉള്ളിലൊതുക്കി എവ്ലിൻ എലിസബത്തിൻ്റെ കൂടെ തിരിച്ചു പോരാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. അശോകിൻ്റെ പെട്ടിയും സാധനങ്ങളും അവൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു. അത്രയും സമയം പിടിച്ചു നിന്നെങ്കിലും ആ പെട്ടിയും സാധനങ്ങളും കൊടുത്തപ്പോൾ അവൾക്ക് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവൻ്റെ അമ്മയുടെ ദേഹത്തേക്ക് ചാരി പൊട്ടിക്കരഞ്ഞുപോയി. അശോകിൻ്റെ ഒരു ഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടമ്മേ.
വിരോധമില്ലെങ്കിൽ അത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അവനെ. അവൻ്റെ ഗന്ധമെങ്കിലും കുറേ കാലത്തേക്ക് എനിക്ക് ആ ഷർട്ടിൽ നിന്ന് അനുഭവിക്കാമല്ലോ. അണപൊട്ടി വന്ന സങ്കടം ഒരു വിധത്തിൽ നിയന്ത്രിച്ച് നിന്ന ആ അമ്മയ്ക്ക് ഇത് കേട്ടപ്പോഴേക്കും പിന്നെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കരച്ചിൽ ഒന്നടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, മോൾ അതെടുത്തോളൂ, അതിന് എനിക്കെന്താ കുഴപ്പം? നീയല്ലേ എവ്ലിൻ? നിന്നെപ്പറ്റി അവൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നിന്നെ കാണാൻ പോകണമെന്നും പഠിത്തമെല്ലാം കഴിഞ്ഞ് നിന്നെ തന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് പറ്റിയ മരുമകളാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിലായി പോയല്ലോ കാണേണ്ടി വന്നത് എന്ന് മാത്രമേ വിഷമമുള്ളൂ. ഏതായാലും മകളെ കാണാൻ പറ്റിയല്ലോ. എനിക്ക് വിധിച്ചിട്ടില്ലായിരിക്കും ആ വീട്ടിൽ വന്ന് കയറാനും അമ്മയുടെ മരുമകളാകാനും. എന്തായാലും ദൈവ തീരുമാനമല്ലേ നടക്കുകയുള്ളൂ. അങ്ങനെയല്ലേ സമാധാനിക്കാനും പറ്റുകയുള്ളൂ. ഞാനിങ്ങനെ ഉരുകിത്തീർന്നുകൊള്ളാം അവനെ ഓർത്ത്. അല്ലാതെ ഇനി എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അത് കേട്ടപ്പോൾ ആ അമ്മ അവളെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. സ്വന്തം അമ്മച്ചിയുടെ ദേഹത്തേക്ക് മുട്ടിച്ചേർന്ന് നിൽക്കുന്നത് പോലെ എവ്ലിൻ ആ അമ്മയോട് ചേർന്ന് നിന്നു. അപ്പോൾ ആ അമ്മച്ചി പറഞ്ഞു, പോയവർ പോയി. ഒരു കാരണവശാലും അവരെ ഓർത്ത് ജീവിതം കളയരുത്. നിങ്ങൾ ഒരുമിക്കരുത് എന്ന ദൈവനിശ്ചയം നടപ്പിലായി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അവനും സന്തോഷമുണ്ടാവുന്നത് തീർച്ചയായും നീ മറ്റൊരാളുടെ കൂടെ ജീവിക്കുമ്പോഴായിരിക്കും. അതുകൊണ്ട് നീ തീർച്ചയായും ഈ കാര്യം മറന്നുകള. ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല എന്ന് വിചാരിച്ച് നല്ല ഒരു കുടുംബിനിയായി കഴിയുമെങ്കിൽ ഈ അമ്മയെ വിളിക്കണം. സൗകര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വരണം. ആഗ്രഹം പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. നിർബന്ധമൊന്നുമല്ല കേട്ടോ. അപ്പോഴത്തെ സൗകര്യത്തിനും സാഹചര്യത്തിനും ഒത്തു ചെയ്താൽ മതി. 4 പേർ ഒരുമിച്ച് പോയ യാത്രാ സംഘത്തിൽ നിന്നും 3 പേർ ഒരു വാഹനത്തിലും അശോക് മാത്രം ആംബുലൻസിലുമായി അവർ മൈസൂരിൽ നിന്നും യാത്ര തിരിച്ചു. നാട്ടിൽ വരുമ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരെ കാത്തിരിക്കുന്നത്? ആരും അറിയാതെ പോയതല്ലേ. കൂട്ടത്തിൽ പോയ ഒരുവൻ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നെ അവരെ വെറുതെ വിടുമോ? സംഭവിക്കുന്നത് എന്താണ് എന്ന് അടുത്ത ഭാഗത്തിൽ നമുക്കറിയാം. സ്കൂളിൽ നിന്നും അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ? അതോ അതെല്ലാം കാരണവന്മാരുടെ സ്വാധീനം ഉപയോഗിച്ച് ഒതുക്കി തീർക്കുമോ? ഒന്നും സംഭവിക്കാത്തതുപോലെ മുന്നോട്ട് പോകാൻ അവർക്കിനി കഴിയുമോ? കാത്തിരിക്കുക. നാളെ ഉച്ചതിരിഞ്ഞ് 2:30 പോസ്റ്റ് ചെയ്യുന്ന അസുരവിത്തിൻ്റെ അടുത്ത ഭാഗത്തിനായി.